ഹലോ ഗായ്സ്, ലില്ലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാനിന്ന് മത്തി മുളക് ചാറ് വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ ഒഴിക്കുന്ന കടുക്, കറിവേപ്പില. കാരണം മത്തി ഇപ്പോൾ പല രീതിയിലും നമുക്ക് കറി വയ്ക്കാം. തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കുന്നവരുണ്ട്, തേങ്ങ പച്ചയ്ക്ക് അരച്ച് വയ്ക്കുന്നവരുണ്ട്, അല്ലാതെ തേങ്ങയില്ലാതെ മുളക് ചാറ് വയ്ക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മത്തി കറി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ മുളക് ചാറാണ് കേട്ടോ വയ്ക്കുന്നത്. തേങ്ങയൊന്നും ഇല്ലാതെ മുളക് പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കടുകും കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിൽ സവാള, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇനി അടുത്തതായിട്ട് തക്കാളി ഇടുകയാണ് കേട്ടോ. തക്കാളിയും പച്ചമുളകും ഉണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, സവാള, ഉള്ളി എല്ലാം കൂടി ഇട്ടാണ് ഇതിന് വാടുന്ന സമയത്ത് ഞാൻ എന്നിട്ട് ഉലുവ ഇനിയാണ് ഇടുന്നത് കേട്ടോ. കാരണം ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഉലുവ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉലുവ കരിഞ്ഞ് കറുത്ത കളറാകും. പിന്നെ കറിക്കൊരു കയ്പ്പ് കാണും. അപ്പോൾ ഞാനതുകൊണ്ട് ഈ തക്കാളിയുടെ കൂടെ തന്നെ ഈ ഉലുവ ഇട്ട് കൊടുക്കും. എന്നാൽ അത് ശരിക്കും അങ്ങ് കറുത്ത കളറും കരിഞ്ഞു പിടിക്കാതെ നല്ല ബ്രൗൺ കളറായിട്ട് വരും ഇത്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് മുളക് പൊടി. ഞാൻ ഇവിടെ ഒരു 8 സ്പൂണ് മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്പൂണെന്ന് പറയുമ്പോൾ ഇതാ ഈ സാധനമാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. 8 സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ. 8 സ്പൂണ് മുളക് പൊടി, 7 സ്പൂണ് മല്ലിപ്പൊടി, അപ്പോൾ
8 സ്പൂണ് മുളക് പൊടിയും 7 സ്പൂണ് മല്ലിപ്പൊടി. നമ്മളെപ്പോഴും മീൻകറി വയ്ക്കുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടിയിൽ നിന്ന് 1 സ്പൂണ് താഴെ നിൽക്കാവും. കാരണം മല്ലിപ്പൊടി 5 സ്പൂണ് മുളക് പൊടിയാണെങ്കിൽ 4 സ്പൂണ് മല്ലിപ്പൊടി ഇടാം കേട്ടോ. 1 സ്പൂൺ മുളക് പൊടി എപ്പോഴും കൂടി നിൽക്കണം, എന്നാലേ ആ കറിക്കൊരു കറക്റ്റ് എരിവ് കിട്ടും കേട്ടോ. ഇതിപ്പോൾ മുളക് പൊടി ചുവന്ന് വരുന്നുണ്ട് കേട്ടോ. ഒരല്പം എണ്ണയും കൂടെ ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ നമുക്ക് പാകത്തിന് ഒഴിക്കാം, കാരണം ഓരോരുത്തർക്ക് എത്ര എണ്ണ ആവശ്യമുണ്ടോ അതുപോലെ എണ്ണ ഒഴിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ആയാലും നമുക്ക് ഓരോരുത്തർക്ക് ചാറ് എത്ര വേണോ എരിവ് എത്ര വേണോ അതനുസരിച്ച് നമുക്ക് മുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ എനിക്കിത്തിരി ചാറ് വേണം, അതുകൊണ്ട് ഞാൻ ഒരു 8 പൊടി മുളക് പൊടി 7 പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടുമ്പോൾ കറിയൊക്കെ നല്ല ഇതായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനിനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് കറി എത്ര വേണോ അതിൻ്റെ ഇതിന് ചില ആളുകൾക്ക് കറി വയ്ക്കുന്ന ഇഷ്ടം കാണില്ല, നല്ല കുഴമ്പ് പോലെ ഇരിക്കുന്ന രീതിയിലായിരിക്കും ചിലർക്ക് കറി വയ്ക്കുക, ചിലർക്ക് നല്ല ചാറ് വേണം കേട്ടോ. അപ്പോൾ ചാറ് ആവശ്യമുള്ളവർക്ക് നമുക്ക് അതനുസരിച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. പിന്നെ കുറച്ചുകൂടെ ഒഴിക്കുക, കാരണം എന്താണെന്ന് വെച്ചാൽ മത്തിച്ചാള വെന്ത് വരുമ്പോൾ അതിന് പാകത്തിന് കറി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് കുടംപുളിയാണ് കേട്ടോ. കുടംപുളി ഞാൻ കല്ലിൽ വെച്ച് ഇടിച്ചെടുത്ത കുടംപുളിയാണ്. ഇത് കണ്ടോ, നമ്മൾ ഇടിച്ചെടുത്ത് അതിന് ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടോ കറിക്ക് നല്ല പുളി കിട്ടും കേട്ടോ. മറ്റേത് നമ്മൾ ഞാൻ അങ്ങനെ ഒരുപാട് പുളിയൊന്നും മീനിലിടില്ല, കാരണം നമ്മൾ ആ സമയത്ത് ഇട്ട് അല്പസമയം കഴിയുമ്പോൾ തന്നെ ഈ പുളി അതിൻ്റെ ഇത് ഊറിയിട്ട് അത് കറി കൂട്ടാൻ പറ്റാത്ത രീതിയാവും, നല്ല പുളിയായിരിക്കും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പുളിയെന്ന് പറയുന്നത് ഒരു കഷ്ണം പുളിയാണ് കേട്ടോ, നല്ല വലിയ പഴുത്ത നല്ല ഒരു വലിയ കഷ്ണം പുളിയാണ്. അതിനെ എടുത്ത് ചതച്ച് ഇടിച്ച കല്ലിൽ ഇടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് മുളക് പൊടിയുടെ മണ്ടേ കയറിയതാണ് ചുമ, അപ്പോൾ ഞാൻ അത് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ഞാനിനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മീൻ മത്തി ഇടാനാണ്. ഒരു കയ്യിൽ ക്യാമറ മൊബൈൽ ഇരിക്കുന്നത് കൊണ്ട് പാടാം.
ഞാൻ അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ വേണ്ട മത്തി, അതിൻ്റെ ഇത് നമ്മളങ്ങോട്ടൊക്കെ പരുവെന്ന് പറയും. അതിൻ്റെ മുട്ട. ഈ ചാള ഗർഭിണിയായിരുന്നു. അപ്പോൾ അത് പ്രസവിക്കാനുള്ള സമയമൊക്കെ അടുത്ത് വന്നപ്പോഴാണ് ഈ ആൾക്കാർ ചാള മീൻ പിടിച്ചത് കേട്ടോ. പാവം. ഈ മത്തി ഇപ്പോഴുള്ള ഈ സീസണിലെ മത്തി ചാളയ്ക്കെല്ലാം ഈ നല്ല അത് പരുവാണ്. കാരണം അവർ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിക്കാനുള്ള സമയമായി വരുന്നത്. പക്ഷെ ആ സമയത്താണ് ഈ ചാളയ്ക്ക് രുചി കേട്ടോ. രുചി കൂടുന്ന സമയമാണ് കേട്ടോ ഈ സമയത്ത് മത്തിയെല്ലാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇത് അല്പസമയം ഞാനിത് മൂടി വയ്ക്കുന്നതാണ് കേട്ടോ. അല്പസമയം ഇത് മൂടി വയ്ക്കാം കേട്ടോ. കുറച്ചുകൂടെ പാകത്തിന് ഒഴിക്കണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പില അത് പച്ച ഇലയാണ് കേട്ടോ കറിവേപ്പില. ഈ മീൻ തിളയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക മണമായിരിക്കും. കറിവേപ്പിലയുടെ ആ തിളയ്ക്കുമ്പോൾ തന്നെ ആ കറിക്ക് കറിവേപ്പിലയുടെ ഒരു മണം കാണും കേട്ടോ. അപ്പം ഞാനിത് ചെയ്തത് ഞാനിത് ഇപ്പോൾ ഈ മത്തിച്ചാള വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 8 സ്പൂണ് മുളക് പൊടി, 7 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഉള്ളി, കറിവേപ്പില, ഉടമ്പുളി, ഇതെല്ലാം കൂടി ചേർത്താണ്. അപ്പം നമ്മുടെ കറി ഒരല്പസമയം വെന്തോട്ടെ. ഞാൻ കുറച്ച് നാൾ കൊണ്ട് മത്തിയുടെ ഒരു വീഡിയോ, മുളക് ചാറ് വയ്ക്കുന്ന ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മത്തി വാങ്ങിച്ചത് കൊണ്ട് അതിൻ്റെ വീഡിയോ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇപ്പോൾ ഓരോ ആൾക്കാരും ഓരോ വിധത്തിലാണ് മീൻ കറി വയ്ക്കുന്നത്. കാരണം ഇപ്പോൾ ഈ പാചകങ്ങളൊക്കെ പഠിച്ച ആൾക്കാരുള്ളത് കൊണ്ട് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും കറി വയ്ക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനതിൻ്റെ എടുക്കട്ടെ. ഒന്നും ആയിട്ടില്ല കറി.
മൊബൈൽ അത് അടുത്തോട്ട് വെച്ചാൽ ചൂടായി അതുകൊണ്ട് പേടിയാണ്. വീഡിയോ ഇത് തീ കത്തുന്ന സമയത്ത് മൊബൈൽ അടുത്ത് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ചൂടായിട്ട് എന്തെങ്കിലും വന്നു പോയാൽ അതാ പേടി. അതുകൊണ്ട് ഞാൻ അല്പം ദൂരെ മാറി നിൽക്കുന്നു. വെച്ചിട്ട് ഇനി അല്പം കൂടെ വേകാനുണ്ട് കേട്ടോ. അതിൽ ചാറൊന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അല്പം ഇളക്കി കൊടുക്കാം. തക്കാളിയും കറിവേപ്പിലയും ഒക്കെ നല്ല മണമാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി സവാള ഉള്ളി എണ്ണയിൽ ഇത്തിരി വാട്ടി ഇട്ട് കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഏത് മീൻ വെച്ചാൽ ഒരു കഷ്ണം സവാള ഉള്ളി നല്ല അതിലോട്ട് ഒന്ന് വാട്ടിയിട്ട് നോക്കി വെക്കും. കറിക്കൊക്കെ പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ എൻ്റെ മത്തി മുളക് ചാറ് വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എൻ്റെ വീഡിയോ ഒന്ന് സഹായിക്കണം. കാരണം ഇത് പുതിയ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പുതിയ ചാനലാണ് കേട്ടോ. ഞാൻ പുതിയതായിട്ട് തുടങ്ങിയതായതുകൊണ്ട് സബ്സ്ക്രൈബൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഞാനിത് ഇന്ന് വെച്ച് മത്തി മുളക് ചാറിട്ട് വെച്ചതുപോലെ നിങ്ങൾ ഒന്ന് വെച്ച് നോക്കിയേക്ക്. സവാള ഉള്ളിയൊക്കെ ഇട്ട് നല്ല ഇതായിട്ട് തന്നെ ഈ കറി വെച്ച് നോക്കി നോക്ക്. നല്ല രുചിയുള്ള കറിയാണ്. നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. വേണ്ട അതിൻ്റെ കളറൊക്കെ നല്ല മാറി വരുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് തീയൊന്ന് ഓഫാക്കാം. വേണ്ട എൻ്റെ അടുപ്പ് പൊങ്ങിയിരിക്കുന്നതുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ വെട്ടമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ കറി.
ഇതെന്ത് ചെയ്യാം.